അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ സംഘാടകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സമാധാനവും സദാസമയത്തും നമ്മളിലെല്ലാവരിലും അവൻ വർഷിക്കുമാറാകട്ടെ. മഹത്തായ ഈ പരിപാടിയിൽ അല്പനേരം സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് ഈ ഒരു പ്രസ്ഥാനത്തിനോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കാരണം എന്തെന്നാൽ, രണ്ട് നിലക്ക് ഞാൻ ഇതിൽ സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ സംബന്ധിക്കേണ്ടതും നിർബന്ധമാണ്. ഒന്ന്, സമൂഹത്തിലെ ഇത്രയും വലിയ വിഭാഗം ആളുകൾക്ക് ആശ്വാസവും സമാധാനവും നൽകുവാനുള്ള വ്യവസ്ഥാപിതമായ ഒരു പദ്ധതി എന്ന നിലയിൽ, ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന നിലക്ക് ഞാനും ഇതിൽ പങ്കാളിയാകേണ്ടതാണ്. രണ്ടാമതൊന്ന്, വ്യക്തിപരമായി ബിസ്മിയെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളുമാണ് ഞാൻ. പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള യാത്രകളിൽ, ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പോകുന്ന എല്ലാ യാത്രകളിലും ഒരാഴ്ചയോ 10 ദിവസമോ ഒക്കെ എൻ്റെ വാഹനം പാർക്ക് ചെയ്യാറുള്ളത് ഈ ബിസ്മിയുടെ ഗ്രൗണ്ടിലാണ്. സൗജന്യമായി ആ ഒരു സൗകര്യം ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും നിർബന്ധമായും ബിസ്മിയെ ഏതെങ്കിലും ഒരു തരത്തിൽ സഹായിക്കുക എന്നത് എൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതേ സമയത്ത് ഞാനൊരു അധ്യാപകൻ എന്ന നിലക്കുള്ള അധ്യാപക സംഘടനയുടെ ഒരു യോഗം, എനിക്കൊരു അവാർഡ് കൂടെ വാങ്ങാനുള്ളൊരു യോഗം നിലമ്പൂരിൽ നടക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ വൈകുന്നേരത്തിലിടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് അത് വാങ്ങിക്കോളും എന്നാണ്. കാരണം ഇത് വളരെ പ്രധാനമാണ് എന്നാണ്. അപ്പോൾ ഞാൻ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നത് മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോടാണ്. സംഘാടകരോട് ഈ സമയത്ത് സംസാരിക്കുവാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ വിശദമായ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ മുമ്പിലൊക്കെ എപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇന്നും ബഷീർക്ക് അത് അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ വർഷത്തിലെ 18 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രസഹിതമുള്ള റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാനൊരൽപ്പം അത്ഭുതപ്പെട്ടുപോയി. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് ഒരുപാട് ആലോചിച്ചു. കാരണം എൻ്റെ സ്വന്തം മഹല്ലിലുള്ള ഒരു സാധാരണ കുടുംബത്തിലെ 2 വിധവകളായ സഹോദരിമാർക്ക് വേണ്ടി കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഒരു യോഗം വിളിച്ചു ചേർത്തൊരു സംവിധാനം ഒരുക്കിയിട്ട് 6 മാസം കൊണ്ടാണ് ഒരു വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ 29-ാം തീയതി ഞായറാഴ്ച അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിലാണ്. അപ്പോൾ 6 മാസക്കാലം വേണ്ടി വന്നു ഒരു വീട് നിർമ്മിക്കുവാൻ, ഒരു മഹല്ലൊന്നാകെ ഒരുമിച്ചിട്ടും അതിൻ്റെ സംഘാടകർക്ക് എന്നാണ്. അങ്ങനെയുള്ള അതേ വലുപ്പത്തിലും വിസ്തൃതിയിലും അതിനേക്കാളും ഭംഗിയിലുമുള്ള 18 വീടുകളാണ് ഇവിടെ ഈ കഴിഞ്ഞ വർഷം ബിസ്മി കൾച്ചറൽ സെൻറ്റർ നൽകിയത് എന്നത് നമ്പർ സഹിതം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടുപോയി. അപ്പോൾ
അത്തരത്തിലുള്ള അതിബൃഹത്തായ ഒട്ടനേകം പദ്ധതികളാണ് ഈ ഒരു സംവിധാനം ബിസ്മി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവരും സംസാരിച്ചു, എല്ലാവർക്കും അറിയാം. എന്താണ് ഇത് നിർവഹിക്കുന്നതിൻ്റെ ലക്ഷ്യം? പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം നൽകുക എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഏറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു കൾച്ചറൽ സെന്റർ ബിസ്മി ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റെടുത്തു നടത്തുന്ന ഇതിന് സഹായിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ വജ്ഹുല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആരെങ്കിലും മൻ ഫറജ കുർബത്തൻ അൻ അഖീഹി, ഒരു സഹോദരന്റെ ഒരാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം, കുർബത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം, വിഷമം ആരെങ്കിലും ഇല്ലാതെയാക്കി കൊടുത്താൽ ഫറജല്ലാഹു കുർബത്തൻ മിൻ കുറബി യൗമൽ ഖിയാമ. ഇതാണ് ബിസ്മിയുടെ ലക്ഷ്യം. ദുനിയാവിലല്ല, ആഖിറത്തിലുള്ള പ്രയാസങ്ങള് ആ സഹായിച്ച ആളുകൾക്ക് നീങ്ങിക്കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ ഒരു സെന്റർ ഇതുവരെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഇനിയും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുക എന്നത് പൂർത്തീകരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടോ, സാധിക്കുമോ എന്നാണ്. അവിടെയാണ് ഇസ്ലാമിൻ്റെ ചില തത്വങ്ങളെക്കുറിച്ച് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കലും തന്നെ ഈ 30 വർഷം കൊണ്ട് 2000 ചില്ലാനം അല്ലെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളെ പ്രയാസം നീക്കിയാലും ഇനിയും അപ്പുറത്തേക്ക് നോക്കിയാൽ പ്രയാസങ്ങളുള്ള അനേകം ആളുകളെ കാണാൻ സാധിക്കും. ഇനി നമ്മളെ തന്നെ പരിശോധിച്ചു നോക്കുക. ഇതിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്ന ആളുകൾ, വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ, ചികിത്സക്ക് സഹായം ലഭിക്കുന്ന ആളുകൾ, ഇതൊക്കെ വലിയ ഒരാശ്വാസമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് എത്ര വർഷം പ്രവർത്തിച്ചാലും സാധ്യമാകുമോ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കങ്ങനെ എല്ലാ കാലവും വിഷമവും സങ്കടവും ദുഃഖവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമായിക്കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുക എന്നതാണോ അള്ളാഹു നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത്? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, അങ്ങനെയാണ്, എനിക്കൊരു സമാധാനമല്ല, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, ഞാനാണ് ഈ എൻ്റെ നാട്ടിലെ എൻ്റെ മഹല്ലിലെ ഏറ്റവും സാധു അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളെന്ന് നമ്മളെക്കുറിച്ചൊക്കെ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള 10ാം ക്ലാസ് കൂടെ പഠിച്ച് തോറ്റുപോയ, അന്ന് വിദേശത്തേക്ക് കയറിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകില്ലേ? കാരണം അവർക്കൊക്കെ 2ഉം 3ഉം ഫ്ലാറ്റുകളും നല്ല വാഹനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും, എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഞാനിപ്പോഴൊരു മാഷായിട്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു എങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ സാധ്യമല്ല എന്നാരാ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേ. ഞാനിവിടെ ഒരു ആയത്തോതി കേൾപ്പിച്ചു. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇതിൻ്റെ പരിഭാഷയൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെങ്കിലും ഈ ആയത്തൊന്ന് മറിച്ചു നോക്കണം. സൂറത്തു നഹ്ലാണ് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിലെ 97ാമത്തെ ആയത്താണ്. 97ാമത്തെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ എങ്ങനെയാകുന്നു സന്തോഷത്തോടുകൂടെ ജീവിക്കുക, എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം ലഭ്യമാവുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് ഈമാനോട് കൂടെ സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ വ്യത്യാസമൊന്നുമില്ല. എന്ത്? ഈമാനോടുകൂടെ നല്ല നല്ല കാര്യങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും
ആ ചെറിയ ചെറിയ നന്മകളാകട്ടെ ഈമാനോടുകൂടെ പ്രവർത്തിക്കുന്നു എങ്കിൽ എന്താണ് അല്ലാഹു തആല നൽകുന്ന വാഗ്ദാനം? ഫലനുഹിയന്നഹു എന്നാണ്. അറബി ഭാഷ അറിയുന്ന അല്ലിപ്രെ പോലെയുള്ള ആളുകളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. ലനുഹിയന്നഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉറപ്പിച്ചു പറയുന്നതിന് വേണമെങ്കിൽ നൂന് കൂട്ടി പറഞ്ഞാൽ മതി, ഒരു ലാമം കൂടി പറഞ്ഞ തീർച്ചയായും തരിക തന്നെ ചെയ്യും എന്നാണ്. തീർച്ചയായും എന്ന് മാത്രം പോരാ, തന്നെയും കൂടെ കൂട്ടിച്ചേർക്കുന്ന വാക്കാണ് അല്ലാഹു തആല പറയുന്നത്. ഫലനുഹിയന്നഹു, അവർക്ക് നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ആരെ? നേരത്തെ പറഞ്ഞ ആളുകളെ. എങ്ങനെ? ഹയാത്തൻ ത്വയ്യിബ, വിശിഷ്ടമായിട്ടുള്ള ഒരു ജീവിതം, ത്വയ്യിബായിട്ടുള്ളൊരു ജീവിതം, ക്ഷേമകരമായിട്ടുള്ളൊരു ജീവിതം, നല്ല ഒരു ജീവിതം. ത്വയ്യിബ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒക്കെ കൂടെ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം. അത് കഞ്ഞിയും ചമ്മന്തിയും ത്വയ്യിബാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ മന്തിയും അതുപോലെ തന്നെ കബ്സയും മാത്രമല്ല ത്വയ്യിബ്. മറിച്ച് വിശപ്പുള്ള സമയത്ത് ആ ചൂടുള്ള കഞ്ഞിവെള്ളം ഒരൽപ്പം വറ്റിട്ട് അത് ഉപ്പിട്ട് ഒരു ചമ്മന്തിയും തോണ്ടിക്കുടിക്കുമ്പോൾ നമ്മുടെ ഉപ്പമാരും വല്ലിപ്പമാരൊക്കെ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. ആ ഭക്ഷണത്തിന് അവർ കണക്കാക്കിയത് ത്വയ്യിബ് എന്നാണ്. ഒരു വല്ലാത്ത അനുഭൂതി, ആനന്ദമുള്ള ആ ഭക്ഷണം. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ അങ്ങനെ ആനന്ദവും അനുഭൂതിയുമുള്ളതാക്കി തീർക്കും. ആരെ പറയുന്നത്? നമ്മെ പടച്ച, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച് ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള എല്ലാ ആളുകളെയും പടച്ച റബ്ബ് സുബ്ഹാനഹു തആല പറയാണ്, നമ്മൾ ഹയാത്തൻ ത്വയ്യിബ, ഒരു ത്വയ്യിബായ ജീവിതം അവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ആരെ? അതാണ് ആദ്യം പറഞ്ഞത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. എങ്ങനെ എന്ന് പറയുന്നു? വഹുവ മുഅ്മിനുൻ എന്നാണ്. ഈമാനോട് കൂടെ മുഅ്മിനായിക്കൊണ്ട് സദാസമയത്തും ജീവിതത്തിൽ ഈമാൻ മനസ്സിൽ നിറച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു പറയാണ്, നമ്മൾ അവരെ നല്ല വിശിഷ്ടമായിട്ടുള്ള സന്തോഷകരമായ വളരെ സമാധാനമുള്ളൊരു ജീവിതം അവർക്ക് നൽകും എന്നാണ്. പിന്നെയോ അതിൻ്റെ പുറമെ എക്സ്ട്രാ അഡീഷണലായിട്ട് വലനജ്സിയന്നഹും, അവർക്ക് നാം കൂലി കൊടുക്കും ചെയ്യും. അജ്റഹും, അവർ ചെയ്തതിൻ്റെ കൂലി വേറെ, അത് വേറെയാണ്. അത് ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല രൂപത്തിൽ തന്നെ അത് പരലോകത്ത് അല്ലാഹു വേറെ നൽകുകയും ചെയ്യുമെന്നാണ്. ഇവിടെയാണ് മുഫസ്സിറുകൾ അല്ല പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചത്, ഈ പറഞ്ഞ നല്ല ജീവിതം കൊടുക്കും എന്ന് പറഞ്ഞത് പരലോകത്തല്ല, അത് ഇവിടെ തന്നെ കൊടുക്കുന്നതാണ്. പരലോകത്തുള്ളത് രണ്ടാമത് പറഞ്ഞു, വലനജ്സിയന്നഹും, അവർക്ക് നാം പ്രതിഫലം കൂലി കൊടുക്കും. അവരുടെ ഓരോ പ്രവർത്തനത്തിനും അവരുടെ ഓരോ പ്രയാസങ്ങൾക്കും അവരുടെ ഓരോ ക്ഷമക്കും നാം പ്രതിഫലം നൽകും. എവിടെ? അത് പരലോകത്ത് നൽകുകയും ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു നല്ല ജീവിതമില്ല, എനിക്കും കുട്ടികൾക്കും എന്നും ദുരിതമാണ്, ഞാനും കുടുംബവും അങ്ങനെ കഷ്ടപ്പെടാൻ വിധിച്ചവരാണ്, വിധിക്കപ്പെട്ടവരാണ്, എൻ്റെയൊക്കെ എന്നാണ് രക്ഷപ്പെടുക, ഞാനൊക്കെ എന്നാണ് കഴിച്ചിലാവുക എന്നുള്ള ചിന്താഗതി ഉണ്ടാകരുത്. മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിലെ വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ കഴിയുന്ന അമലുകൾ ചെയ്യുക എന്നാണ്. ഈ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഇതിൽ മുഅ്മിനായിക്കൊണ്ട് എന്ന് പറയുന്ന ആ മുഅ്മിൻ എന്ന ഈമാൻ എന്നത് നമുക്കെത്രമാത്രമുണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം വിശിഷ്ടമാകുന്നത്, സന്തോഷമുള്ളതാകുന്നത്, സമാധാനമുള്ളതാകുന്നത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കാം. ഇപ്പം നമുക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളാണല്ലോ, അങ്ങനെയാണല്ലോ ഇവിടെ വരുന്നത്. ഈ പ്രയാസങ്ങളിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി വലിയ സന്തോഷത്തോടുകൂടെയുള്ള ജീവിതം നൽകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആ ഈമാൻ എങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ആ ഒരു പരിശോധന മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കറിയാം എങ്ങനെയാകുന്നു ആളുകൾ പലപ്പോഴും അസമാധാനമുണ്ടാകുന്നത് എന്നറിയാം.
അല്ലെങ്കിൽ സുഖമില്ല എന്ന് പറയുന്നത് നമ്മുടെ അയൽവാസിയെ തുലനം ചെയ്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മെക്കാളും നല്ല മെച്ചപ്പെട്ടൊരവസ്ഥയുള്ള ആളെ ഭൗതികമായി നോക്കുമ്പോഴാണ്, അവന്റെ മനസ്സ് നോക്കിയിട്ടല്ല. വീടിന്റെ വിസ്തീർണം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല സുഖാണ് പോന്, നല്ലൊരു വീടെടുത്തിട്ടുണ്ട് അല്ലേ, നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ പറയും ഓനൊക്കെ ഇപ്പൊ സുഖം, എവിടെ വേണമെങ്കിലും വിചാരിച്ചെടുത്ത് പോകാം, ഓൻ്റെ അടുത്തൊക്കെ സ്വന്തമായിട്ട് വണ്ടിണ്ടേ, നമ്മളിപ്പോ ഈ ബസ്സും കയറി അല്ലെ അങ്ങനെ ഓട്ടോറിക്ഷയും പിടിച്ചൊക്കെ പോണ്ടേ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ കണക്കാക്കുന്നത് സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായിട്ടുള്ള വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുഖം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ആ ഉള്ള ആളുകളോട് ചോദിച്ചറിയാം, അവർക്കും ചില പ്രയാസങ്ങളുണ്ട്. അവർക്കുള്ള പ്രയാസം നമ്മുടെ പ്രയാസമല്ല, വേറെ പ്രയാസമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എം.എ. യൂസുഫ് സാഹിബിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ എന്തിനാണ് ഈ പറയുന്ന നിങ്ങളുടെ ബിസിനസ്സിന് ഷെയർ സ്വീകരിക്കുന്നത്? ഇപ്പൊ പകുതി അദ്ദേഹത്തിന്റെ ഷെയറുകൾ വിറ്റു, എന്നിട്ട് പൊതുജനങ്ങൾ കൊടുത്തു. അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് പകുതി ഷെയർ വിൽപ്പന നടത്തിയിട്ട് പൊതുജനങ്ങളുടെ ഷെയർ സ്വീകരിക്കുന്നത്? മുമ്പ് പറഞ്ഞറിയോ, ഇനി പകുതി കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ, ബാക്കി എല്ലാവരും കൂടെ അടിക്കുമല്ലോ എന്നാണ്. ഏത്? യാതൊരു കടബാധ്യതയില്ലാത്ത കോടിക്കണക്കിന് സംഭാവന കൊടുക്കുന്ന മനുഷ്യൻ പറയണേ, ഇനി എൻ്റെ സ്വത്തിന്റെ 50% മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ബാക്കിയുള്ള 50 എല്ലാവരും കൂടെ ചിന്തിക്കുമല്ലോ എന്നാ. അപ്പൊ എന്തറിയോ, എത്ര പണക്കാരനാണെങ്കിലും ശരി, അവനും ചില മനസ്സിന് ടെൻഷനും സമാധാനക്കുറവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? എത്രയോ വലിയ വലിയ കോടീശ്വരന്മാർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇതൊക്കെ ഒഴിവാക്കി ജീവിച്ചിട്ടുണ്ട്. എന്താ? ഈ പറയുന്ന പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ മാത്രം നമുക്ക് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് എവിടെയും പറയുന്നില്ല. അത് നൈമിഷികമാകുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നും വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ പറയുക? ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറളി, വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല സമാധാനവും ക്ഷേമവും ഉള്ളത്. നല്ല നല്ല ക്ഷേമത്തിലാണോ നല്ല ഐശ്വര്യത്തിലാണോ എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പൊ തട്ടിമുട്ടി പോണു, അങ്ങനെ പട്ടിണിയാണ് എന്ന ഉത്തരമല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് എന്താണ്? വലാകിന്നൽ ഗിന, പക്ഷേ ഗിന എന്ന് പറയുന്നത് സമ്പന്നത അല്ലെങ്കിൽ സുഭിക്ഷത, ക്ഷേമം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗിന നഫ്സ്, മനസ്സിന്റെ ക്ഷേമമാകുന്നു. മനസ്സിലാകുന്നു ക്ഷേമമുണ്ടാകേണ്ടത്, മനസ്സിലാകുന്നു സമ്പന്നതയുണ്ടാകേണ്ടത് എന്നാണ്. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈമാനിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണ് എന്ന് പറയുമോ? അതാണ് ഞാൻ പറയുന്നത് അൽ ഖനാഅത്തു. നിങ്ങൾ ശരിക്കും മനസ്സിലാവണം, ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, അങ്ങനെ സ്വർഗണ്ട് നരകണ്ട്, ഇതൊക്കെ അതിൽ പെട്ട് തന്നെയാണ്. പക്ഷെ ആ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു അൽ ഖനാഅത്തു. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിൽ തൃപ്തിപ്പെടുക. അപ്പൊ ഇവിടെ വിളിച്ചൂട്ടിട്ട് അതാ പറയുന്നത് അല്ല. മനസ്സിൽ നമുക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ അള്ളാഹു പറഞ്ഞതും പ്രവാചകൻ പറഞ്ഞതും എന്തറിയോ? അത് നഫ്സ് എന്നാണ്. ഒരിക്കലും വിഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരാളും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. മറിച്ച് അൽ ഖനാഅത്തു, മനസ്സിന് സംതൃപ്തി ഉണ്ടെങ്കിൽ. ഖനാഅത്ത് എനിക്കിപ്പോഴുള്ള കിട്ടിയ വിഭവങ്ങൾ അത് മതിയായതാണ് പടച്ചോനെ, എനിക്കത് തന്നെ മതി, സന്തോഷമായി എന്ന് മനസ്സറിഞ്ഞ് പടച്ചവനോട് പറയുന്ന അവസ്ഥക്കാകുന്നു അൽ ഖനാഅത്തു എന്ന് പറയുന്നത്. പക്ഷേ പൊതുവേ മനുഷ്യരുടെ ചിന്താഗതി, അതും പ്രവാചകൻ പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാൻ ലബ്തഗാ സാലിസൻ എന്നാണ്. ലൗ കാന ലിബ്നി ആദമ വാദിയാൻ മിൻ മാലിൻ, 2 താഴ്വര മുഴുവനും പണം അവന് നിറച്ചു കൊടുത്തു, എന്നിട്ടോ പക്ഷേ അതിൽ സമാധാനത്തോടിരിക്കുമോ മനുഷ്യൻ? ഇല്ല. ലബ്തഗാ സാലിസൻ, മൂന്നാമതൊന്നും കൂടെ ആഗ്രഹിക്കും. ഈ 2 മലന്റെ ചെരുവിലുള്ള എല്ലാം ഇപ്പം എൻ്റെ അടുത്തുള്ളൂ, ഇതൊക്കെ നഷ്ടപ്പെട്ട എന്താ ചെയ്യുക? അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ വെറുതെ സമാധാനപ്പെട്ടിരിക്കാനായിട്ടില്ല, കുറച്ചുകൂടി അധ്വാനിക്കട്ടെ. അപ്പോൾ അധ്വാനിക്കുന്നതിനും കഷ്ടപ്പെടുന്നതിനൊന്നും വിരോധമല്ല. മറിച്ച് മനസ്സിൽ സമാധാനമല്ലാതെ ഇതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? 2ാമത്തെ പെൺകുട്ടിനെ കെട്ടിക്കാനായിക്കൊണ്ടിരിക്കുകയാണ്, 3ാമത്തോനാണെങ്കിലോ
10ാം ക്ലാസ്ക്ക് എത്തിയിട്ടുള്ളൂ, ഒരു ഗതിയായിട്ടില്ല. ഇതൊക്കെ പാടെ എങ്ങനെ നടക്കുക? ഇനിയും ചോദിക്കന്നെ, ആളോട് ചോദിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെ ചോദിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അസന്തുഷ്ടരാണോ? അങ്ങനെ ആകാൻ പാടില്ല. മനുഷ്യരുടെ ചിന്താഗതി അതാണ്. മനുഷ്യന് സമാധാനം അല്ലെങ്കിൽ അവന്റെ ഈ ആർത്തി അവസാനിക്കൽ എന്നാണ് പ്രവാചകൻ പറഞ്ഞു. ആദം, മനുഷ്യന്റെ ഉള്ളു നിറക്കാൻ കഴിയുകയില്ല ഇല്ല തുറാബ, മണ്ണുകൊണ്ടല്ലാതെ. അതിന് രണ്ടർത്ഥമുണ്ട്. എത്ര സമ്പത്തും മുതലോ അനുഗ്രഹങ്ങളും സൗകര്യം കൊടുത്താലും ഓന്റെ മനസ്സ് സംതൃപ്താവില്ല. മറിച്ച് നിറച്ച് മണ്ണ് കൊടുക്കേണ്ടി വരും. അതിനാത്രം ഈ ഭൂമി മുഴുവൻ കൊടുത്താലേ സന്തോഷമാവുള്ളൂ എന്നാണ്. രണ്ടാമത്തെ അർത്ഥം നമുക്കൊക്കെ മനസ്സിലാകുന്ന അർത്ഥമാണ്. മണ്ണിലേക്കാണ് പോകാനാവുമ്പോഴാണ് പിന്നെ നമ്മൾ ഇനി പിൻകൊന്നിനും വയ്യട്ടോ, ഇതന്നെ മതി എന്ന് നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ സംതൃപ്തി സാധാരണഗതിയിൽ മനുഷ്യൻ അങ്ങനെയാണ് സമാധാനമടയാറ്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഈമാനോടുകൂടെ സൽക്കർമ്മം ചെയ്യുക എന്നതിൽ വരുന്ന കാര്യമാകുന്നു ഈമാനിന്റെ ഭാഗമായ ഖനാഅത്ത്, ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെടുക എന്ന്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കാണ്, പടച്ചോനെ എനിക്കെങ്ങാനും അംബാനിന്റെ മകനായി ജനിച്ചിരുന്ന എന്ത് സുഖേഞ്ഞു, അല്ലെങ്കിൽ അദാനിന്റെ ബ്രദർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചാൽ എനിക്ക് വല്ല സമാധാനം കിട്ടുമോ? ഞാൻ വിചാരിക്കേണ്ടത്, ഞാൻ കൂട്ടിലെ കുഗ്രാമത്തിലെ മാനു മൗലവിയുടെ മകനായി ജനിച്ചത് കൊണ്ട് പടച്ചോനെ ഇങ്ങനെയൊക്കെ ആയി. ഇതിനേക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ സഹോദരങ്ങളുണ്ടല്ലോ ദുനിയാവിൽ. നോക്കൂ നിങ്ങൾ, അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ ബഷീർക്ക് പറഞ്ഞു, ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമ്മളൊന്നൊരു കഷ്ടപ്പാടിലല്ല സഹോദരങ്ങളെ. ഞങ്ങൾ ചെറിയൊരു സംവിധാനം, അത്ര വലിയ വിപുലമായിട്ടുള്ള സംവിധാനമൊന്നുമല്ല ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 3 വർഷമായി 225 വീട്, 226 വീട് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടും, ഒരു വീടിന് എത്ര വില? 35,000 രൂപ. എന്നിട്ട് അതിന് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. എന്ത് അപേക്ഷ തന്നിട്ട്. നമുക്കിപ്പോൾ 1000 വീട് കിട്ടിയാൽ അവിടെ നമ്മളുടെ ആവശ്യങ്ങൾ തീരൂല. അപ്പൊ അവർക്ക് എത്ര റുപ്യന്റെ വീട് കിട്ടും? 35,000. നമ്മളെ നാട്ടിലെ കാലിത്തൊഴുത്ത് പോലും 35,000 ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? നമ്മൾ പരമ്പില്ലേ, മുളന്റെ പരമ്പ് വെച്ച് കെട്ടിയിട്ടാണ് അതിന്റെ ചുമരുണ്ടാക്കുന്നത്. മുകളിൽ അലൂമിനിയത്തിന്റെ ഷീറ്റാണ്. എന്നിട്ട് 35,000 വീട് കിട്ടിയിട്ട് ഭയങ്കര റാഹത്തിലാണ് അവർ, ഭയങ്കര സന്തോഷം. നമ്മളൊക്കെ ഇപ്പൊ അവിടെ ഇലക്ഷനിൽ നിന്നാണെങ്കിൽ മത്സരിച്ച ജയിക്കും. കാരണം അവർ വിചാരിക്കുന്നത് ഇത് വലിയ കാര്യം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഷ്ടപ്പാടല്ല ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇതിനേക്കാളും വലിയ കഷ്ടപ്പാടുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് നീ ഇതല്ലേ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൽ ഇന്ന വിഷയങ്ങളിലല്ലേ കുറവുള്ളൂ, എനിക്ക് ബുദ്ധിക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, എന്നെ സഹായിക്കാൻ കുടുംബങ്ങളുണ്ടല്ലോ, നാട്ടുകാരുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു സമാധാനത്തോടുകൂടെ നമ്മൾ അൽ ഖനാഅത്തു, പടച്ചവനിൽ തൃപ്തിപ്പെടണമെന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ മാതൃകയാക്കുന്ന ആരേനെ? നമ്മൾ മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂലധനം? എവിടെയെങ്കിലും വല്ല ഡെപ്പോസിറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? മരിക്കുമ്പോ ഒരു പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. ഒരു പടയങ്കി, ഒരു ജൂതൻ. പ്രവാചകനെങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ സമൂഹത്തിന്റെ നബിയാണല്ലോ, ഇവരൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ, അബൂബക്കറും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറും ഉസ്മാനും വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ട്. ഇന്റെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഓലെടുത്താൻ സമീപിച്ചാൽ തന്നെ, ഓല് തന്നാൽ തന്നെ എൻ്റെ ഒക്കെ നടക്കുമല്ലോ. പക്ഷെ പ്രവാചകൻ നമുക്കൊരു മാതൃകയാണ് കാണിച്ചത്. അങ്ങനെ എല്ലാ സംഗതിയും ഉള്ളവൻ്റെ അടുത്ത് പോയി ചോദിച്ചു വാങ്ങിയിട്ട് തന്നെ നമ്മൾ ആവശ്യങ്ങൾ നിവർത്തിക്കുക, അല്ലെങ്കിൽ അപ്പോഴേ സന്തോഷമാകൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രവാചകൻ തിരുമേനി ആ മദീനയിലെ ഒരുപാട് തോട്ടം ഉടമകളും ഒരുപാട് കച്ചവടക്കാരുമുള്ള ആ സമൂഹത്തിൽ പ്രവാചകൻ തൻ്റെ നിത്യജീവിതത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് അവിടുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഗോതമ്പ് വാങ്ങി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ ചരിത്രമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളും ഇതിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുവാൻ വേണം. അപ്പൊ പ്രവാചകൻ ഒരിക്കൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ പ്രവാചകൻ കിടന്നുറങ്ങിയല്ലോ. ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ മുന്നിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ഒക്കെ പറയാനൊരു മടിയുണ്ട്. കാരണം ഒരു വലിയ വലിയ പണ്ഡിതന്മാരാണ്. ഞാൻ വിചാരിച്ച ഇത്തരത്തിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ടതാണ്. ഇനി ബഷീർ കഞ്ഞി വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലിമിങ്ങളെ സദസ്സിൽ തന്നെ വിളിക്കരുത്. ഓക്കെ. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നെഴുന്നേറ്റപ്പോ
ആ പുറത്ത് ഇങ്ങനെ കുട്ടികൾ കല്ലിന്റെ കളി കളിക്കാൻ വരച്ച മാതിരി കള്ളിണ്ട് പുറത്ത്. പ്രവാചകന്റെ പൂമേനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ചുവന്ന വർണ്ണം അല്ലെങ്കിൽ വെളുത്ത വർണ്ണം എന്നൊക്കെ. അതിലിങ്ങനെ കള്ളി വരച്ച പോലെ. അപ്പൊ അത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് സഹാബികൾക്കൊക്കെ ഭയങ്കര സങ്കടമായി. പ്രവാചകൻ ഒരു ചെറിയ മയക്കി എണീറ്റപ്പോ പുറത്തിങ്ങനെ വരച്ചത്. അതെന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയ കട്ടിൽ എന്ന് പറയുന്നത് 2-4 ദണ്ടിങ്ങനെ വെച്ചിട്ട് അതില് ഈത്തപ്പനയുടെ പട്ട തച്ചടച്ച ആ കയറ് വരിഞ്ഞു കെട്ടിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിലാണ് കിടക്കുന്നത്. ഇതൊരു അത്ഭുതമുള്ള സംഗതിയാണെങ്കിൽ ഇന്നും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഉത്തരേന്ത്യ പ്രതിപാദിക്കാം. ഉത്തരേന്ത്യയിലെ മുഴുവൻ വീടുകളിലും വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിനും പുറത്ത് ഇങ്ങനെ ചൂടിക്കയറുകൊണ്ട് കെട്ടിയൊരു കട്ടിലുണ്ടാവും. അപ്പൊ ഏറ്റവും പ്രായം ചെന്ന ആള് രാത്രി കിടന്നുറങ്ങാം. അങ്ങനെയാണ് അവിടെയാണ്. കുട്ടികളൊക്കെ ഉള്ളിലായിട്ട് ഒന്നുകിൽ വയസ്സായ ആണും പെണ്ണൊക്കെ പുറത്ത് ഇങ്ങനെ ചൂടിക്കയറുകൊണ്ടുള്ള കട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ ഇത് കണ്ടപ്പോ സ്വഹാബത്തിന് ഭയങ്കര സങ്കടം. പ്രവാചകന്റെ ചുവന്ന പാടുകൾ കണ്ടപ്പോ അവര് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ താങ്കൾക്കൊരു യമാനി പുതപ്പ് ഞങ്ങൾ സങ്കല്പിച്ചു തരട്ടെ, എവിടെങ്കിലുമൊക്കെ പോയി വാങ്ങിയിട്ട് താങ്കൾക്കൊരു പുതപ്പ് തന്ന് നല്ല സുഖമായി വിരിച്ചുറങ്ങാൻ ഒരു സംവിധാനം ഒരുക്കട്ടെ എന്ന് ചോദിച്ചു എന്നാണ്. ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, സഹോദരങ്ങളെ, ഈ മറുപടിയാണ് നമ്മളോട് ആരെന്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത്. ഒക്കെ സ്വീകരിക്കണം, ഞാൻ അതിന് വിരുദ്ധമല്ല. പക്ഷേ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ അറിയോ? ഈ ഒരു മറുപടിയാണ്. മാലി വലിദ്ദുന്യ, പ്രവാചകൻ പറഞ്ഞത് മാലി വലിദ്ദുന്യ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എനിക്ക് ദുനിയാവിൽ എന്താണുള്ളത്? മാ അനഫിദ്ദുന്യ ഇല്ലാ കറാക്കിബിൻ, ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാകുന്നു, ഞാനൊരു സഞ്ചാരിയെ പോലെയാകുന്നു. ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ, ഒരു മരത്തണലിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ അല്പസമയം കിടന്നുറങ്ങി. സുമ്മറാഹ വതറക്കഹ, പിന്നെ ഞാൻ എനിക്ക് വിശ്രമമായി ഞാനിതാ ഈ മരത്തണൽ ഉപേക്ഷിച്ച് പോകുന്നു. ഇതുപോലെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. കാലാകാലം ഞാനിപ്പോ ഈ ഈത്തപ്പനയുടെ ആ പരുപരുത്ത കട്ടിലിലൂടെ കടന്ന് കഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് സഹാബത്തെ. എന്താ നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചത്? ദുനിയാവ് ഞാനൊരു സഞ്ചാരിയെ പോലെ വളരെ കുറഞ്ഞ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എനിക്കുള്ള ലക്ഷ്യസ്ഥാനം എവിടെയാണ്? അത് സ്വർഗമുള്ള പരലോകമാകുന്നു. അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സൽപ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ക്ഷമക്ക്, നമ്മുടെ പ്രാർത്ഥനക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മളിൽ നിന്നും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയതിനൊക്കെ അള്ളാഹു പകരമായി അവിടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ക്ഷീണമില്ല കേട്ടോ, അവിടെ പ്രയാസമില്ല കേട്ടോ, അവിടെ യാതൊരു വിധത്തിലുള്ള കുത്തുവാക്ക് പോലുമില്ല, ഒരാക്ഷേപം പോലുമില്ല. ആരെങ്കിലും നമ്മളെ കൊച്ചാക്കി കാണിക്കുകയില്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത്, നിങ്ങൾ എന്താണ് എനിക്ക് വിരിപ്പുണ്ടാക്കാൻ നടക്കുക? നിങ്ങൾ സ്വഹാബത്തിന് കാര്യം മനസ്സിലായി. അവര് പിന്നെ അതൊരു വിരിപ്പ് കൊണ്ടുവന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ച വിഷയം എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, 3 പോയിന്റാണ് ഞാൻ ഈ സംസാരത്തിൽ. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ ഈമാനുള്ള ആളുകളാണെങ്കിൽ അള്ളാഹു സുഖജീവിതം, ക്ഷേമജീവിതം ഇവിടെ തരുമെന്നാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചാത്തിൽ പറയുന്നത്. ആ ഈമാനിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം നമുക്കുണ്ടോ എന്ന് നോക്കുക. എന്താണ്? അൽ ഖനാഅതു, ഉള്ളതിൽ സംതൃപ്തി, കിട്ടിയതിൽ തൃപ്തി, കിട്ടിയതിൽ സന്തോഷം, സമാധാനം. ഇതുണ്ട് എങ്കിൽ ഇത് ഈമാനിന്റെ ഭാഗമാകുന്നു. ആ ഈമാനുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല പറഞ്ഞത് ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞുവല്ലോ, വളരെ ചെറിയ സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും നിങ്ങൾ മനസ്സിൽ സമാധാനമുണ്ട് എങ്കിൽ നിങ്ങളാകുന്നു വിജയിച്ചിട്ടുള്ളവൻ. പ്രവാചകൻ പറയാണ്, മൻ ഖദ് അഫ്ലഹ മൻ അസ്ലമ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു. എന്താണ് അവൻ വിജയിക്കാനുള്ള കാരണം? അസ്ലമ, പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. വറസഖ കഫാഫൻ, അവന് വളരെ അത്യാവശ്യമുള്ളത് മാത്രം അള്ളാഹു റിസ്ഖായി നൽകുകയും ചെയ്തിട്ടുണ്ട്. വഖനഅഹു അല്ലാഹു ബിമാ ആതാഹു, അള്ളാഹു കൊടുത്ത ആ അത്യാവശ്യമുള്ളത് കൊണ്ട് അവൻ ഖനഅഹു, അവൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ ഖദ് അഫ്ലഹ എന്നാണ്. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഷുവർ, ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ വിജയിയാണ് എന്ന് ആരെ പറയുന്നത്? പ്രവാചകനെ പറഞ്ഞു. എന്താണ് വിജയിയാകുന്നത്? മൻ അസ്ലമ, പടച്ചവന് വിധേയപ്പെട്ട് ജീവിക്കുക. അള്ളാഹു, ഞാൻ നിന്റെ അടിമയാണ്,
നീ എനിക്ക് തന്നതൊക്കെ ഞാനിത് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാനിത് അനുസരിക്കുന്നു. വറസഖ കഫാഫൻ, വളരെ അത്യാവശ്യത്തിന് ഉപജീവനത്തുള്ള വസ്തുവകകൾ എന്തെങ്കിലും വഴിക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. ആരുടെയെങ്കിലും കൈകളിലൂടെയാകട്ടെ, സ്വയം അധ്വാനിച്ചതാകട്ടെ, അങ്ങനെ കിട്ടുന്നുവെങ്കിൽ വഖനഅഹു ബിമാ ആതാഹു, അല്ലാഹു നൽകിയതിനെ അവൻ സംതൃപ്തനാണ് എങ്കിൽ ഖദ് അഫ്ലഹ എന്നാണ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ഒരു വിശ്വാസി അങ്ങനെയാണ്. അവൻ ഉള്ളതിൽ അവൻ എന്ത് ചെയ്യും? തൃപ്തിപ്പെടും. നോക്കൂ നിങ്ങൾ, അതേത് വിഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കാർക്കും തന്നെ ഒരിക്കലും തന്നെ എല്ലാം കിട്ടിയതിന് ശേഷം തൃപ്തി അടയാമെന്ന് വിചാരിച്ചാൽ ദുനിയാവിൽ നടക്കുകയില്ല. മറിച്ച് ഈ പറഞ്ഞ സംതൃപ്തി ഉണ്ട് എങ്കിൽ, അള്ളാഹു തന്നതിൽ ഖനാഅത്തുണ്ട് എങ്കിൽ എന്തൊരു സന്തോഷത്തോടു കൂടെ ജീവിക്കാം. പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ രാത്രി അതിഥിയായി വന്ന ചരിത്രം നിങ്ങൾക്കറിയാം. എന്നാൽ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ താങ്കളുടെ അതിഥിയായി ഇന്ന് ഇവിടെ കൂടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സാധാരണഗതിയിൽ വിശ്വാസികളുടെ രൂപവും വിശ്വാസികളുടെ സ്വഭാവവും ഒക്കെ അനുസരിച്ച് അതിഥിയെ സൽക്കരിക്കണം. പ്രവാചകൻ അദ്ദേഹത്തിന് ഒരു ആടിനെ കറന്ന് രാത്രി ഭക്ഷണത്തിന്റെ സമയത്ത് പാല് കൊടുത്തു. അതാണ് പ്രവാചകന്റെ ഒക്കെ ഭക്ഷണത്തിൽ ഉണ്ടായത്. കാരണം നമ്മളെപ്പോലുള്ള വിഭവങ്ങളൊന്നും അവർക്കുണ്ടായില്ല. അപ്പൊ ഒരു അവിശ്വാസിയായ പ്രവാചകനിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യനാണ് വന്നത്. പക്ഷെ അദ്ദേഹത്തെ പ്രവാചകനെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പാല് കറന്നു കൊടുത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, വല്ലതും ഇനി വേണോ? അപ്പൊ അദ്ദേഹം കുറച്ചുകൂടി കിട്ടിയ തിരക്കല്ല. അപ്പൊ വീണ്ടും പ്രവാചകൻ ആടിനെ കറന്നു, വീണ്ടും കൊടുത്തു, അതും കുടിച്ചു. അപ്പൊ പിന്നെ ചോദിച്ചില്ല പ്രവാചകൻ, ഇയാൾ പറയുമ്പോ നിർത്താന്ന് വിചാരിച്ച്. അങ്ങനെ പ്രവാചകൻ 3 ആടിനെ കറന്നു കൊടുത്തു. വീട്ടിൽ നിന്നുള്ള 3 ആടിന്റെ പാല് ഇയാൾ കുടിച്ചിട്ടും പിന്നെ ഇയാളുടെ വിശപ്പടങ്ങിയതുമായി തോന്നില്ല. അപ്പൊ അയലൊക്കത്തൊക്കെ ചോദിച്ച് അവിടെ നിന്നൊക്കെ വാങ്ങി 7 ആടിനെ കറന്ന പാല് കുടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, റാഹത്തായി, സന്തോഷായി, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിശപ്പിലൊക്കെ കഴിഞ്ഞു. അപ്പൊ 7 ആടിന്റെ പാൽ അദ്ദേഹം കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എന്തായത്? അദ്ദേഹത്തിന് സംതൃപ്തിയായത്, വിശപ്പ് മാറി തോന്നുന്നത്. അങ്ങനെ രാത്രി പ്രവാചകൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത്, ദീനിന്റെ കാര്യങ്ങളും അള്ളാഹിനെ കുറിച്ചും ഈമാനൊക്കെ പറഞ്ഞുകൊടുത്ത്, രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ അദ്ദേഹത്തിന് പോകണം. അങ്ങനെ പ്രഭാത ഭക്ഷണത്തിന് പ്രവാചകൻ തിരുമേനി ഇതുപോലെ ഒരു 6-7 ആടിന് വേണ്ടിയിരുന്നുള്ളവർക്ക് പ്രവാചകൻ തൻ്റെ വീട്ടിലുള്ള ഒരു ആടിനെ കറന്ന് പാല് കൊടുത്തു. രണ്ടാമതൊന്ന് അദ്ദേഹത്തിന് കറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതി മതി മതി, ഇത് തന്നെ മതി. എന്താണ്? ഒറ്റൊന്നുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി, സംതൃപ്തിയായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു വിശ്വാസി അവൻ ഒരൊറ്റ വയറേ നിറക്കൂ, എന്നാൽ വിശ്വാസമില്ലാത്തവൻ 7 വയറ് നിറച്ചാലും അവൻ്റെ വിശപ്പടങ്ങൂലാന്ന്. സഹോദരങ്ങളെ, ഇത് വിശപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വിശ്വാസിയാണെങ്കിൽ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, ആ നൽകിയതിൽ തൃപ്തി അടയുകയും, എനിക്കിത്രേ ഉള്ളൂ, എൻ്റെ വീട്ടുകാരെ അള്ളാഹു പെട്ടെന്ന് വിളിച്ചു, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, എൻ്റെ മക്കൾക്ക് മറ്റുള്ള അയലോക്കത്തെ വീട്ടുകാരെ പോലെ ഗൾഫിൽ 4 ബിസിനസ്സൊന്നുമില്ല, അല്ലെങ്കിൽ ബക്കാലല്ല, ശരി, നമുക്കിതാണുള്ളത്, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുക എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞെന്തറിയോ? തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ദർശനം ലഭിച്ച, മാർഗദർശനം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മംഗളാശംസകൾ. കാരണം എന്താ? വകാന ഐശുഹു കഫാഫൻ വഖനഅ, അവൻ അരിഷ്ടിച്ച് ജീവിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കഫാഫ് എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചുകൊണ്ട് രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ വഖനഅ, അവൻ അതിൽ സംതൃപ്തനാകുന്നു, അള്ളാഹുവിനെ അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളെങ്കിൽ തൂബ, അവർക്ക് മംഗള ആശംസകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവാചകൻ നമ്മെ അറിയിക്കുകയാകുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഈമാനിന്റെ ഭാഗമായി ഈ സ്വഭാവം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമുക്കതുണ്ടായിരിക്കണം. ആ ഈമാനിന്റെ ഭാഗമായ ഖനാഅത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാകുന്നു ഏത്? ത്വയ്യിബായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, സുഖകരമായ ജീവിതമെന്ന്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നമുക്ക് ഈ ഈമാനിന്റെ ഭാഗമായി കൊണ്ടുണ്ടാകേണ്ടതാകുന്നു അർറിളാ ബിഖദ്രില്ലാ, അല്ലാഹുവിന്റെ ഖദർ, അല്ലാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുക, അതിനെ നമ്മൾ അംഗീകരിക്കുക,
അള്ളാഹുവിന്റെ തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കുക. അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ കാര്യങ്ങൾ പഠിച്ചപ്പോൾ പറയുന്നുണ്ട് ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ അത് ആവണില്ല അല്ലേ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു വക്കിൽ നിന്നുകൊണ്ടാണ്. ഖുർആൻ പറഞ്ഞ എന്താണ്? വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്നാണ്. ഒരു തെല്ലത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കാണ്. പടച്ചോനെ തൃപ്തിപ്പെടും. നമ്മളെങ്ങനെ നമുക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ടാവുമ്പോ അനുഗ്രഹമൊക്കെ ഉണ്ടാവുമ്പോ വല്ലാത്തൊരു അനുഗ്രഹം തന്നെ, പടച്ചോനോടെ ഭയങ്കര തൃപ്തി കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടു കൂടെ ആവും. നേരെ തിരിച്ച് രണ്ട് കുട്ടികൾക്ക് ഒന്നിച്ച് വയറുവേദന, ഛർദി, ഒരാള് ആശുപത്രി കൊണ്ടുപോയി, ഒരു മാസം കഴിഞ്ഞപ്പോൾ മറ്റേനുണ്ടായി, മൂന്നാമത്തേനും തുടർച്ചയായിട്ടുണ്ടായാൽ നമ്മളെന്താ ഇത് വല്ലാത്തൊരു തന്നെയാണല്ലോ, എന്തപ്പോ പടച്ചോ എന്നെ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബത്തിന് മാത്രം ഇങ്ങനെ, ഇത് വേറെ എവിടെയില്ലല്ലോ, ഇതെന്തോ ഞമ്മക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്ന വിശ്വാസമാണ്. ഇവിടെയാണ് അല്ലാഹു തആല പറയുന്നത് വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ. അവർക്ക് നന്മയുണ്ടായാൽ സന്തോഷിക്കും, ഇനിയോ അവർക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ അവര് അസ്വസ്ഥരാകുമെന്നാണ്. അത് മനുഷ്യരിൽ ചില ആളുകളുടെ സ്വഭാവമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ അസ്വസ്ഥരാകുവാൻ പാടില്ല. പടച്ച തമ്പുരാന്റെ തീരുമാനമില്ലാതെ ഒരില പോലും ഈ ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ കൊഴിഞ്ഞു വീഴുന്നില്ല എന്നാണ്. ഒരില വീഴണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഒരുപക്ഷെ അവൻ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നത് നമുക്ക് വലിയ പദവി നൽകാനായിരിക്കും. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും നമുക്ക് സ്വർഗം കിട്ടാനായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരാണല്ലോ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രയാസം ഉണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്തതിൽ അതിൽ പലതിലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ പങ്കെടുത്തപ്പോ പ്രവാചകന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്, കാലിൽ നിന്ന് ചോര വാർന്നിട്ടുണ്ട്, പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് വിളിച്ചു പറയുകയും വിശ്വാസികൾ തന്നെ പിന്തിരിഞ്ഞോടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പോലും എന്താണ്, പ്രവാചകൻ തിരുമേനിക്ക് പോലും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ വേണ്ടത്? ആ പരീക്ഷണങ്ങൾ അർറിളാ ബിഖദരില്ലാ, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഈ ദുനിയാവിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അബ്ദിന്, ഒരടിമക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, ഇദാ അറാദല്ലാഹു ബി അബ്ദിഹിൽ ഖൈറ, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിലെ പ്രയാസങ്ങൾ അവന് വേഗം കൊടുക്കുന്നതാണ്, വേഗം കിട്ടും. അപ്പൊ വേഗം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നബി പറഞ്ഞത് ശരിയാണ്, എനിക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതാണ്. അല്ലാതെ എന്നെ പടച്ചോൻ കൈവിട്ടു എന്നല്ല വിചാരിക്കേണ്ടത്. എനിക്കിങ്ങനെയൊക്കെ ആകുന്നത് അള്ളാഹു എന്നോട് പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കുകയാകുന്നു. കാരണം എന്താ? ഇത് പ്രവാചകന്മാർക്കൊക്കെ ലഭിച്ചതാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്, അള്ളാഹു നമുക്ക് വിധിച്ച് കണക്കാക്കിയത് എന്താണ്, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക. പ്രവാചകൻ പറഞ്ഞത് യബ്ന ആദം ഇറുള്ള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസി, അല്ലയോ മനുഷ്യരെ, ഇറുള്ള ബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ നിനക്ക് വീതം വെച്ചു തന്നതിലെ അത് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടോ, അതിൽ നീ തൃപ്തി അടയുക, തൃപ്തനാവുക. അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ, ഇതിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് തൃപ്തിപ്പെടുക. എങ്കിൽ തകുൻ അഗ്നന്നാസി, ജനങ്ങളിൽ ഏറ്റവും സുഭിക്ഷമായവൻ, സന്തോഷമുള്ളവൻ, അഗ്നന്നാസി ഗനിയ, ധനികൻ നീയായി മാറും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്കാ കിട്ടുക? കൂടുതൽ പ്രയാസങ്ങൾ സഹിച്ച ആളുകൾക്ക്. അപ്പോ മക്കളുടെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മളിങ്ങനെ അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകളല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. മറിച്ച് എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പടച്ചവനെ, നീ തീരുമാനിച്ചത് ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. പ്രവാചകന്മാരെക്കുറിച്ചും സ്വഹാബത്തിനെ കുറിച്ചും ഖുർആനിൽ ഒരു വാക്യമുണ്ട്, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെക്കുറിച്ച് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, അവരോ പടച്ചോനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആരാണിത്? വീട്ടിൽ 3 മാസമായി പട്ടിണിയായിരുന്നു, പുകഞ്ഞിട്ടില്ല അടുപ്പ് എന്ന് പറയുന്ന ആരാ? പ്രവാചകൻ തിരുമേനിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹിലാൽ ഉദിച്ചു,
അങ്ങനെ ആ ഹിലാൽ അസ്തമിച്ചു. വീണ്ടും ഹിലാൽ ചന്ദ്രോദയം ഉണ്ടായി. വീണ്ടും 15-ാം രാവ് കഴിഞ്ഞ് വീണ്ടും അത് അസ്തമിച്ചു. അങ്ങനെ 3 ഉദയങ്ങൾ 3 അസ്തമയങ്ങൾ ഞങ്ങൾ കണ്ട്. ചന്ദ്രോദയവും അസ്തമയം എന്ന് പറഞ്ഞാൽ എന്താ? 3 ചുരുങ്ങിയത് 28 ദിവസമെങ്കിലും ആ അത്രയും കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ കാലയളവിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുക ഉയരുമായിരുന്നില്ല എന്നാണ്. ആ പുക ഉയരാത്തത് കൊണ്ട് ഞങ്ങൾ ആ 3 മാസക്കാലം കഴിച്ചിരുന്നത് അൽ അസ്വദാൻ എന്നാണ്. 2 കറുത്തത് എന്ന് പറഞ്ഞാൽ ഒന്ന് പച്ചവെള്ളവും മറ്റൊന്ന് കാരക്കയും. ഇതല്ലാത്ത അടുപ്പിൽ പുകയിച്ച അല്ലെങ്കിൽ വേവിച്ച ഒരു ഭക്ഷണവും ഞങ്ങൾ കഴിച്ചിട്ടില്ല. എന്നിട്ട് അവരെക്കുറിച്ച് ഖുർആൻ പറയണേ വറദു അൻഹു എന്നാണ്, അല്ലേ? അവരല്ലാഹനെ തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇങ്ങനെയൊക്കെ പട്ടിണി കിടന്നിട്ടും അവര് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മാത്രം കഥയല്ല, സ്വഹാബാ കിറാമിന്റെ പല ആളുകളുടെയും. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് പുറത്തിറങ്ങിയപ്പോ ഇരുട്ടത്തതാ മറ്റൊരാളുടെ രൂപം കാണാണ്. അപ്പോ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും തമ്മിൽ കുശലം പറഞ്ഞു. എന്തിപ്പോ ഈ നേരത്ത് ഇങ്ങനെ? അപ്പോഴാ പറയണത്, ഒന്നുമില്ല, വിശന്നിട്ട് ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങി നടന്നു നോക്കാണ്. മൂന്നാമത് ഉമർ റളിയല്ലാഹുവിനെ കാണുന്നു. അപ്പോഴെന്താ? വിഷയം ഒരേ വിഷയം തന്നെ, അല്ലേ? മൂന്നാൾക്കും വിശപ്പ്. പക്ഷേ അവരാരെങ്കിലും ഏതെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിലോ ഹദീസുകളിലോ ഞാനിതുവരെ കണ്ടില്ല എന്ത് ഞങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെട്ട് കുടുങ്ങിയിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് എവിടെയും കണ്ടില്ല. മറിച്ച് എന്താണ്? അവര് അള്ളാഹുൽ സന്തോഷവാന്മാരായിരുന്നു, അള്ളാഹുൽ തൃപ്തിപ്പെട്ടിരുന്നു എന്നാണ്. ഉള്ളത് അള്ളാഹു തീരുമാനിച്ച ഖദറിലും ഖലായിലും അവർ അത് അംഗീകരിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം അതാണ്. അതായത് ഈമാനിന്റെ ഭാഗമാണ് അത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏത്? അൽ ഈമാനു ബിൽ ഖദ്രി എന്താ ഖൈരിഹി വശരിഹി എന്ന് പറയില്ലേ? എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ തിരുമേനിയുടെ മാത്രം സംഭവമല്ലെന്ന് പറയാൻ കാരണം നമുക്കറിയാവുന്നൊരു ചരിത്രമുണ്ട്. ഒരു സ്വഹാബി പ്രവാചകൻ തിരുമേനി ഒരു പള്ളിയിൽ നമസ്കരിച്ച് നമസ്കാര ശേഷം ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ആരാണ് എൻ്റെ അതിഥിയെ സൽക്കരിക്കാൻ? കാരണം എന്താ അറിയോ? ഒരു മനുഷ്യൻ എന്ന് പറയാണ്, ഒരു സ്വഹാബി വന്നിട്ട് പറയാ, പ്രവാചകരെ കുറേ ദിവസമായി പട്ടിണി സഹിച്ചിട്ട് ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം വല്ലതും കിട്ടുമെന്ന്. കുറേ ദിവസം കഴിഞ്ഞിട്ടാ, ഒറ്റ നേരത്തിന് ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചെന്നല്ല കേട്ടോ, അല്ലെങ്കിൽ 2 നേരം ഇല്ലാത്തതുകൊണ്ട് ആകെ തലതല്ല തച്ച് മരിക്കുക അല്ലെങ്കിൽ തൂങ്ങിച്ചാവുക, ഞാനും ഈ കുട്ടികളൊക്കെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് അങ്ങനെയല്ല, മറിച്ച് ദിവസങ്ങളോളം പട്ടിണി കിടന്നപ്പോൾ വന്നാണ്. അങ്ങനെ പ്രവാചകൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ആരുണ്ട് ഈ സദസ്സിലിരിക്കുന്ന? അവിടെ നിസ്കരിക്കാൻ വന്ന ആളുകളുടെ കൂട്ടത്തിൽ. അപ്പം ആരും അങ്ങനെ വീട്ടിൽ ഭക്ഷണം സ്റ്റോക്കുള്ളവരില്ല. ആലോചിക്കുക, ഒരു ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്വഹാബാ കിറാമിൽ ആരുടെ കയ്യിലും ഭക്ഷണം സ്റ്റോക്കില്ല എന്നാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, നാണക്കേടാണല്ലോ, നബിന്റെ ഒരു അതിഥിയെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാ? പ്രവാചകൻ ഞാൻ കൊണ്ടുപോയിക്കോളാം. അദ്ദേഹം കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി. പ്രവാചകൻ ആ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, അല്ല, ഒരു അതിഥി ഉണ്ട്, എന്താണ് ഇവിടെ ഉള്ളത്? അപ്പം അദ്ദേഹം ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ നമ്മുടെ കുട്ടികൾക്ക് 2 ഉണക്ക റൊട്ടിയുണ്ട്, അതിൽ പരട്ടാള നെയ്യുണ്ട്, വെണ്ണ, ഇത് 2 ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, നീ സംസാരിച്ച് ആ കുട്ടികളെ കിടത്തിയുറക്ക്, കഥ പറഞ്ഞെടുത്ത് ഉറക്ക്, എന്നിട്ട് നമുക്ക് ആ അതിഥിയെ സൽക്കരിക്കാം. ഭാര്യ സമ്മതിച്ചു. അല്ലേ? നമ്മളാണെങ്കിൽ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് വേറെ ആളുകൾ കൊടുന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് വേണം, ഒന്നും പറഞ്ഞൂടെ, നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ സ്വഹാബി വനിത എന്ത് ചെയ്ത്, ശരി, കുട്ടികളോട് കഥ പറഞ്ഞ് അവരുറങ്ങിപ്പോയി. ആ സ്വഹാബി വന്ന അതിഥിയും ആ സ്വഹാബിയും സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ ഉറങ്ങിയപ്പോൾ ഈ ഭക്ഷണം അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ആ വന്ന ആൾക്ക്. അപ്പോൾ അവർ തമ്മിൽ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലെത്തി. തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള വിളക്ക് എന്ത് ചെയ്യണം? തട്ടിമറിച്ച് അത് കെടുത്തിപ്പോരണം കേട്ടോ. എന്നാൽ ഞങ്ങൾ 2 ആളും കൂടെ കഴിക്കും പോലെ ഇരുന്ന് ഞാൻ വല്ല താളം കാണിച്ച് നീച്ചോളാം, എന്നാ സാധുവിന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നാണ്. അങ്ങനെ ആ സ്വഹാബി വനിത ആ ഭക്ഷണം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അന്നത്തെ വിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയൊന്നുമല്ല, ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ, അതുമെല്ലാം തട്ടിമറിച്ച് അപ്പോൾ ആ എണ്ണയ്ക്ക് പാടെ പോയിട്ട് അത് കെട്ടു. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ വെളിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് 2 ആൾക്കും കഴിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം താളം കാണിച്ച് തൻ്റെ അതിഥിയെ ഈ ഉണക്ക റൊട്ടി കൊണ്ട് സൽക്കരിച്ച് അയാൾക്ക് വിശപ്പ് മാറി. ഞാനിത് പറയുന്നത് എന്തിനറിയോ? ഇവരെക്കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്,
അവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്തും സഹിക്കും, അവർക്ക് പ്രയാസമുണ്ടെങ്കിലും ശരി. ഇതാണ് ഈമാൻ. ഇവരാണ് അൽ ഖനാഅത്ത്, ഇവരാണ് അർറിളാ ബില്ലാ, അർറിളാ ബിഖദ്രില്ലാ. അള്ളാഹുവിൻ്റെ ഖദറിൽ ഇവരാകുന്നു ക്ഷമിക്കുന്ന, അല്ലെങ്കിൽ ആ ഖദർ അംഗീകരിക്കുന്ന ആളുകൾ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ പല നിലക്കുള്ള പരീക്ഷ ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്ന് എവിടെയില്ല. അള്ളാഹു തആല പഠിപ്പിക്കുന്നതും പ്രവാചകൻ പഠിപ്പിക്കുന്നതൊക്കെ എന്താ അറിയോ? മനുഷ്യനെ നാം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഈ പറഞ്ഞ വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലേ നമ്മൾ പെട്ടിട്ടുണ്ടാവുള്ളൂ. അള്ളാഹു പറയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഭയപ്പാട്. നമ്മൾ ഭയപ്പാട് പറഞ്ഞപ്പോൾ നമ്മൾ ഇസ്രായേലൊക്കെ ആണെങ്കിൽ ഭയപ്പെടണം, ഫലസ്തീനുകളൊക്കെ ആണെങ്കിൽ ഭയപ്പാടില്ല, നമുക്കതില്ല. അവരിങ്ങനെ മേലേക്ക് നോക്കുകയാണ്. കുട്ടികളോട് രാത്രി ടെന്റിലേക്ക് പോകുമ്പോൾ ഉപ്പിമ്മിയും കാവലിരിക്കുകയാണ്. ഏതെങ്കിലും മിസൈലിന്റെ ശബ്ദവും വെളിച്ചുണ്ടോ, എന്നിട്ട് ഈ കുട്ടികളെ തങ്ങളുടെ മാറോട് ചേർത്ത് സംരക്ഷിക്കാൻ. എന്നിട്ട് രക്ഷല്ല, ഓരോ ദിവസവും നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചു വിടുന്നത്. അങ്ങനെ ഒരു ഹൗഫ് നമുക്കില്ല. അപ്പൊ ആ പരീക്ഷണം നമുക്കില്ല. നമ്മൾ സ്വസ്ഥമായിട്ട് ഇപ്പൊ ഇവിടുന്ന് വണ്ടി കയറി നമ്മുടെ നാട്ടുകത്തിനിടക്ക് ആരും നമ്മൾ തോക്കി ചൂടുകയോ മിസൈലിടോ ഒന്നുമില്ലല്ലോ. അപ്പൊ ഹൗഫില്ല. വൽജൂ, വിശപ്പ് കൊണ്ട് ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് കഷ്ടപ്പാടുണ്ടായിരിക്കാം. അതും നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ വന്നതിന് ശേഷം അതും നമുക്ക് കുറവായിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തില്, നമ്മുടെ ശരീരത്തില്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുറവ്. എന്ത്? വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവശതകൾ, കൈകാലുകൾക്ക് തളർച്ച, നടക്കാൻ കഴിയുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ഈ ആയത്തില് ഒരു വിഷയമുണ്ട്, എല്ലാം ഒരാൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. നിങ്ങളെ ബിശൈഇൻ മിനൽ ഖൗഫ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ചിലത് കൊണ്ടൊക്കെ എന്നാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നമുക്കുണ്ടോ? ഇല്ലല്ലോ, ഇതിലേതെങ്കിലുമൊക്കെ. അപ്പോൾ അള്ളാഹു തആല നൽകിയത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ പറയുന്നു വബശ്ശിരിസ് സ്വാബിരീൻ. മൂന്നാമത്തെ വിഷയം ഞാൻ അതിലാകുന്നു ഊന്നുന്നത്. അള്ളാഹു തആല പറയുന്നത് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇങ്ങനെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സ്വാബിരീൻ. എന്നാൽ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾ എന്താണ് അവരുടെ സ്വഭാവം? അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ട്. അവർ പറയും, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിക്കണ കേട്ടാൽ ഒരു നിർവികാരമായി പറയാനുള്ളൊരു വാക്കല്ലത്, മറിച്ചെന്താ, ഒരു പ്രയാസമുണ്ടായാൽ അപ്പം പറയാൻ കഴിയണം, പടച്ചോനെ ഇന്നാ ലില്ലാഹി, അള്ളാഹുവെ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണല്ലോ, നിന്റെ അടിമകളാണല്ലോ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിന്നിലേക്ക് മടക്കപ്പെടുന്നവരുമാകുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഇതാ ക്ഷമിക്കുന്നു എന്ന് അള്ളാഹുവിന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും പറയുകയും വേണം. അത്തരം ആളുകൾക്കാണ് വബശ്ശിരി സ്വാബിരീൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയും. അപ്പൊ ഈമാനിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, മൂന്നാമത്തെ ഭാഗം, ക്ഷമ അവലംബിക്കുക, അസ്വസ്ഥരാകാതിരിക്കുക, വിഷമത്തിലാകാതിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെന്താ, വിശ്വാസിക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. അവന്റെ കാര്യം അത്ഭുതമാണ്. കാരണം എന്താ, അവനെന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടി, അങ്ങനെ ആകുമ്പോഴോ ശക്കറ, ആ സന്തോഷത്തിന് അവൻ അള്ളാഹുവിന് മുമ്പിൽ നന്ദി കാണിക്കും. പടച്ചോനെ നിനക്കിതാ ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നന്ദിയുള്ളവനായിരിക്കും. ഇനിയോ എന്തെങ്കിലും ഒരു ദുരിതം ബാധിച്ചാൽ ഹത്ത ശൗക്കത്ത എന്നാണ്, മുള്ളു തറച്ചാൽ പോലും അവൻ എന്ത് ചെയ്യുന്നറിയോ, സ്വബറ, അവൻ ക്ഷമിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഫക്കാന ഖൈറൻ ലഹു, അതവന് രണ്ട് പ്രതിഫലം കിട്ടും. ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. അതവന് ഖൈറാണ്. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ ഇത് സാധിക്കൂ. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം, ഇപ്പൊ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം ഈ കൂടിയിട്ടുള്ള താഴെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഇതുവരെയുള്ള എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഇതിൽ നിന്നൊഴിവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് വ്യത്യസ്തമായ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്.
ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു പരീക്ഷിക്കും. ഇവനെ എന്താ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിൽ നല്ല വിവേകമുള്ള ആളുകളാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നത്. അല്ലാത്തവൻ ഒരു ധാരണയില്ല. എന്നും രാവിലെ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങുമ്പോൾ വൈകുന്നേരത്ത് തിരിച്ചു വരുമ്പോൾ അവൻ വീട്ടിലേക്ക് അനാവശ്യമായ ഭക്ഷണ സാധനങ്ങളായിട്ട് വരുന്നത്. എന്നിട്ടോ അത് ചൂടാക്കിയിട്ടും കഴിക്കാൻ ആളില്ല, തണുപ്പിച്ചിട്ടും കഴിക്കാൻ ആളില്ല. അങ്ങനെ അപ്പോൾ അവൻ അള്ളാഹു സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുന്നു. ചിലർ ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കുന്നു. അവനിങ്ങനെ എന്നും ജിമ്മിലൊക്കെ പോയിട്ട് അവരതിങ്ങനെ വേണ്ട രൂപത്തിൽ കണ്ണാടിൻ്റെ ഒക്കെ മുമ്പിൽ നോക്കിയിട്ട് ഞാൻ ഭയങ്കര ഉഷാർ തന്നെയാണ്, എനിക്കൊക്കെ ഇനി ഒരു 100 കൊല്ലം ഇവിടെ ജീവിക്കാം, അതിനൊക്കെ ഞാൻ താക്കത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്ക്. ചിലർ അങ്ങനെയാണ്. അല്ലാതെ ഇതുകൊണ്ടൊരു അരിച്ചാക്ക് പൊക്കിക്കൊടുക്കട്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് പണിക്ക് ഞാനൊന്ന് 2 കട്ടെടുക്കട്ടെന്നോ അങ്ങനെ വിചാരിക്കുന്ന ആളുകളല്ല. മറിച്ച് പലപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഓരോ നിലക്കും. അപ്പോൾ അള്ളാഹു ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പല നിരക്കുള്ള പരീക്ഷണങ്ങളുണ്ട്. നമുക്കൊക്കെ അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് അള്ളാഹു നേരത്തെ പറഞ്ഞ ഹയാത്തൻ ത്വയ്യിബ, നല്ല സുഖകരമായ സമാധാനമുള്ളൊരു ജീവിതം കിട്ടും. അതോടൊപ്പം തന്നെ പരലോകത്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. സൂറത്തുൽ ഫജ്ർ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട് മനുഷ്യരുടെ പൊതുവായ സ്വഭാവം. ഇദാ മബ്തലാഹു റബ്ബുഹു, മനുഷ്യനെ അള്ളാഹു ആദരിച്ചാൽ ഫഅമ്മൽ ഇൻസാന ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഓൻ പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് 4 മക്കളും, 2 സൗദിയിലും 2 UAE-യിലൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണെന്ന് ആ സമയത്ത് പറയും. എന്നാൽ 2 അവിടെ വിസ ക്യാൻസലായി തിരിച്ചു വന്നു, നാട്ടിലേക്ക് വരേണ്ടി വന്നു, തേരാപ്പാരവിടെ നടക്കാന്ന് പറയുമ്പോൾ അവൻ പറയും വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു, വല്ല റിസ്ഖിലുമൊക്കെ കണക്ക് അല്ലാഹു തആല നിശ്ചയിച്ചാൽ ഫയഖൂലു റബ്ബി അഹാനൻ. അപ്പോൾ പറയേ എന്താന്നാവോ ഇങ്ങനത്തെ ഒരു പരീക്ഷണം, എനിക്കെന്നെ ഒരു ദുരിതമുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ അതിൽ കഴിച്ചിലായി പോയി, ഓരൊക്കെ വീണ്ടും അവിടെ എക്സ്റ്റൻഷൻ കിട്ടി, ഓൻ്റെ വിസയൊക്കെ പുതുക്കി കിട്ടി. എൻ്റെ മക്കളത് കോവിഡിന് ശേഷം പിന്നെ പുതുക്കി കിട്ടിയില്ല. അപ്പോൾ എന്താ പടച്ചോ ഇന്നങ്ങ് മാത്രം അങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെ പല വ്യത്യസ്തമായ അനുഭവങ്ങളും നമുക്കൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് നാം ഏതൊരവസ്ഥയിലും ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരിക്കലും തന്നെ പ്രവാചകൻ പറഞ്ഞെന്തറിയോ, ദാരിദ്ര്യം കൊണ്ട് നിങ്ങളാരും കഷ്ടപ്പെട്ടാണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോണ ആളാവൂല എന്നാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പേടിച്ചത് എന്താണ്? ഐശ്വര്യത്തെ, അതായത് സമ്പത്തിനെയാണ് പേടിച്ചത്. മാ അഖ്ശ അൽ ഫഖ്റു മാ വല്ലാഹി മൽ ഫഖ്റു അഖ്ശ അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല. നബി ഒരിക്കലെങ്കിലും പടച്ചോനെ എൻ്റെ കൂടെയുള്ള ഈ സഹാബത്തൊക്കെ പട്ടിണിയിലാണല്ലോ, ഇത് എന്തൊരു ദുരിതമാണ് എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ഏതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭയപ്പെട്ടിരുന്നത്? ധൂർത്തും അമിതവ്യയവും കൂടുതൽ സമ്പത്തുമൊക്കെ ഉണ്ടായാൽ ആളുകൾ മോശക്കാരായി മാറുമോ എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഭയപ്പെട്ടത് എന്നാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത് വലാകിന്നി അഖ്ഷ, ഞാൻ ഭയപ്പെടുന്നത് അൻയബ്സത അലൈക്കുമുദ് ദുനിയ, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായി കിട്ടുന്നതിനെയാകുന്നു. അങ്ങനെ ആയാലെന്താ? കമാ ബസത്ത അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കൊക്കെ ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടിയ പല ആളുകളും ഉണ്ടായിരുന്നു. എന്താ ചെയ്ത്? ഫതനാഫസുഹ, അവരതിൽ മതിമറന്നു മത്സരിച്ചു. എത്ര കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും? കമാ തനാഫസുഹ, അവർ പരസ്പരം മത്സരിച്ചു. അങ്ങനെ അവർ അള്ളാനത്ത് മറന്ന അവസ്ഥയിൽ വിട്ടു. ഇതിനെ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ഭയപ്പാടുമില്ല എന്നാണ്. കാരണം എന്താ അറിയോ? അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം എങ്ങനെയാണ് ഈ ഒരവസ്ഥയിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമെന്നാണ്. അതിന് അല്ലാഹു തആല നൽകുന്ന മറുപടി നമ്മൾ ഈമാനോടുകൂടെ നല്ല നല്ല അമലുകളിൽ ഏർപ്പെടണം. നിങ്ങൾ ഇബാദത്തുകളെന്ന നമസ്കാരവും അതുപോലെയുള്ള പ്രാർത്ഥനകളുമൊക്കെ അനുഷ്ഠിക്കണം. നാട്ടിൽ പറ്റാവുന്ന സൽപ്രവർത്തനങ്ങളിലൊക്കെ നമ്മളുണ്ടാകണം. നമുക്ക് ഇതൊന്നും ബാധകമല്ല, അതൊക്കെ ഓലൊക്കെ നോക്കട്ടെ, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടൊരു കുടുംബമാണല്ലോ എന്ന് വിചാരിക്കല്ല. ഈമാനോടുകൂടെ അമലു സ്വാലിഹാത്ത് ചെയ്യുക. അപ്പം ആ ഈമാൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം? അൽ ഖനാഅത്തു, അല്ലാഹ് നമുക്ക് നൽകിയതിൽ പടച്ചോനെ എനിക്കിത് മതി കേട്ടോ. നമുക്ക് കൂടുതൽ അധ്വാനിക്കാം,
അള്ളാഹിനോട് ചോദിക്കുക, നല്ലത് ആഗ്രഹിക്കുക. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. നല്ല ചെരുപ്പ് ഉണ്ടാവുക, നല്ല വീടുണ്ടാവുക, നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുക, ഇതൊക്കെ വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നതാകുന്നു ഏറ്റവും നല്ല ഉപജീവന മാർഗം, ഏറ്റവും വിശിഷ്ടമായത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ എന്തിനാ? എന്തെങ്കിലും നമ്മളായിട്ട് നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുകയാണ്. അത് നോക്കാനൊരു പ്രോത്സാഹനമാണ് അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു വീട് വൃത്തിയാക്കി കൊടുത്താൽ ആ വീട്ടുകാരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സഹായം, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ ആ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. എനിക്ക് അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല. അതാണ് ഖനാഅത്ത്. രണ്ടാമത്തത്, പടച്ചവൻ തീരുമാനിച്ചതല്ലാതെ ദുനിയാവിൽ ഒന്നും നടക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. എന്താണ്? അല്ലയോ മോനെ, കുട്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു 10 വയസ്സുള്ള കുട്ടിയായിരിക്കെ പ്രവാചകന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറയാം, വളരെ ഗൗരവമുള്ളൊരു വിഷയം ഞാൻ നിന്നോട് ഓർമ്മപ്പെടുത്താം. എന്താണ് പറയുമോ? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പടച്ചോനോട് ചോദിച്ചോ, നീ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു കൊള്ളുക. നീ എന്തെങ്കിലും ഇസ്തിആനത്താണെങ്കിൽ അള്ളാഹുവിനോട് ചെയ്തു കൊള്ളുക. നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് ചോദിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുത്ത വിഷയമാണ്, നാട്ടുകാരൊന്നാകെ തീരുമാനിച്ചു നിനക്കൊരു ഹൈറുണ്ടാക്കണം, ഇവനെ രക്ഷപ്പെടുത്തണം നാട്ടുകാരൊക്കെ വിചാരിച്ചു. നമ്മൾ ബിസ്മിയും ഇതുപോലെ സംവിധാനങ്ങളൊക്കെ വിചാരിച്ചാലും ശരി, അവർക്കാർക്കും നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ പറയാണ്. എന്ത്? അല്ലാഹു ബിമാ കതബല്ലാഹു ലക, പടച്ചോൻ നിനക്ക് കണക്കാക്കിയിട്ടേ കിട്ടും, അങ്ങനെയാണ് കഴിയുള്ളൂ. അതുപോലെ എല്ലാവരും വിചാരിച്ചു ഇവരെ ഒന്നാണ് പ്രയാസപ്പെടുത്തണം, ഇവനൊന്ന് നമ്മളൊന്ന് ഇതാക്കല്ലേ, ഒന്ന് കുടുക്കിലാക്കുക, അല്ലെങ്കിൽ ഓൻ അങ്ങനെ സുഖിക്കണ്ട എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. പ്രവാചകൻ പറഞ്ഞത്, നാട്ടുകാരൊന്നായിട്ട് ഒരുമിച്ച് കൂടി, സമൂഹം ഒന്നാകെ, പക്ഷേ അവർക്ക് ഒരു ചുക്കും വരുത്താൻ, നിനക്കൊരു ചുക്കും സാധ്യമാക്കാൻ, അല്ലെങ്കിൽ ഒരു ഉപദ്രവം വരുത്താൻ, ഒരു പ്രയാസം വിചാരിച്ച് ആർക്കും സാധ്യമല്ല. ഇല്ലാ മാ കതബല്ലാഹു ലക, അള്ളാഹു നിനക്ക് കണക്കാക്കിയിട്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിൻ്റെ കണക്ക് മാത്രമേ ദുനിയാവിൽ സംഭവിക്കുള്ളൂ. അതാണ് അർറിളാ ബിഖദരില്ലാ, അള്ളാഹിൻ്റെ ഖദറിൽ വിശ്വസിക്കുക. മൂന്നാമത്തത് ഈമാനിൻ്റെ ഭാഗമാകുന്നു അസ്വബർ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ചോനെ ഞാനിത് ക്ഷമിച്ചാൽ നീ എന്നെ ഇഷ്ടപ്പെടും, നീ എനിക്ക് പ്രതിഫലം നൽകും, നീ എനിക്ക് ഖൈർ നൽകും, അതുകൊണ്ട് ഞാനിതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ് റബ്ബേ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും ഈ 3 കാര്യങ്ങളും ഈമാനിൻ്റെ കൂടെ നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു ഇനിയുള്ള ജീവിതത്തിൽ നല്ല സന്തോഷകരമായ സമാധാനപരമായ ജീവിതം നമുക്ക് നൽകുമെന്ന് ഖുർആനാണ് പറയുന്നത്, അള്ളാഹു ആകുന്നു. അത്തരത്തിൽ ഈ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ദുനിയാവിലെ അവശേഷിക്കുന്ന ജീവിതം സന്തോഷകരവും സമാധാനകരവുമായി തീരുവാൻ സർവശക്തനായ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്നാഥ. ഈ സൽപ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്, ഇതിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ ത്യാഗം സഹിച്ചു നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. ആരുടെയും പേര് പറയാൻ വേണ്ടിയിട്ടല്ല, എല്ലാം നിൻ്റെ രേഖയിൽ അള്ളാഹുവേ നീ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ. അത്തരം എല്ലാ ആളുകൾക്കും റഹ്മാനായ റബ്ബേ നിൻ്റെ അടുക്കൽ നിന്നുള്ള സന്തോഷവും സമാധാനവും ദുനിയാവിലും ആഖിറത്തിൽ നൽകി അനുഗ്രഹിക്കണമെന്നാദാ. പടച്ചവനെ, ഈ സഹായത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളൊക്കെയും പടച്ചവനെ നിൻ്റെ ഖദറിൽ, നിൻ്റെ ഖലായിൽ തൃപ്തിപ്പെടുന്ന ആളുകളാകുന്നു. നീ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ റബ്ബേ. ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതയും വിഷമങ്ങളുമില്ലാതെ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് റബ്ബേ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമെന്നതാ. പടച്ചവനെ അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട്, ശാരീരികമായിട്ടുള്ള അവശതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആത്മവിശ്വാസവും ശാരീരികമായ സൗഖ്യവും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്നതാ. പടച്ചവനെ, പല വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങൾ വിധേയരായിട്ടുണ്ട് റബ്ബേ. ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമ അവലംബിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുഅ്മിനുകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തണമെന്നതാ. നാഥ, നീ നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളെ, ആ പരീക്ഷണങ്ങൾ സഹിക്കുന്നതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ഇഷ്ടത്തിന് ഞങ്ങളത് വിധേയരാക്കണമെന്നാദാ. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ട് അള്ളാഹുവെ ഒരിക്കലും ഞങ്ങളത് പരീക്ഷിക്കല്ല റബ്ബേ. റഹ്മാനായ തമ്പുരാനെ, അള്ളാഹുവെ
ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിച്ച് മുഅ്മിനായിക്കൊണ്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നതാ. പടച്ചവൻ, ഈ ദുനിയാവിൽ എന്തൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും നാളെ പരലോകത്തെങ്കിലും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണമെന്നതാ. പടച്ചവനെ, ഒരിക്കലും തന്നെ ആക്ഷേപങ്ങൾ കേൾക്കാത്ത, കുത്തുവാക്കുകളില്ലാത്ത, ഒരു പരിഹാസവുമില്ലാത്ത ജീവിതം നാളെ പരലോകത്തെങ്കിലും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമെന്നതാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇത്രയും സമയം നമ്മൾ ഈ കേട്ടതും ഈ സംസാരിച്ചതും ഒക്കെ അള്ളാഹു സൽപ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.